ഭോഷ്കില്ലാത്ത ദൈവം. തീത്തോസ് 1-ാം അധ്യായം 2-ാം വാക്യം. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും തൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ചും നമ്മുടെ പ്രത്യാശയെക്കുറിച്ചും ഈ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഭോഷ്കില്ല എന്നത്. മനുഷ്യർ ഭോഷ്ക് പറയുന്നവനാണ്, പിശാച് ഭോഷ്ക് പറയുന്നവനാണ്, ഇത് വഞ്ചിക്കുന്ന ലോകവുമാണ്. എന്നാൽ ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, ഭോഷ്ക് പറവാൻ ദൈവം മനുഷ്യനല്ല. ദൈവശബ്ദമായ വചനവും വിശ്വാസയോഗ്യമായതും തൻ്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പുള്ളതുമാണ്. മനുഷ്യനായി ദൈവമൊരുക്കിയ ശാശ്വതമായ പദ്ധതിയാണ് രക്ഷ. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ, മനുഷ്യ സൃഷ്ടിക്ക് മുൻപേ തന്നെ ദൈവം മനുഷ്യരാശിയുടെ വിടുതലിൻ്റെ പദ്ധതി ഒരുക്കിയിരുന്നു. ദൈവിക വാഗ്ദത്തത്തിൻ്റെ ഉള്ളടക്കം നിത്യജീവനാണ്. നിത്യജീവൻ എന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവദാനമാണ്. നിത്യജീവൻ്റെ പ്രത്യാശയാണ് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിത വിജയം. മനുഷ്യന് ദൈവമൊരുക്കിയ മഹനീയ മാർഗമായ രക്ഷ ഏറ്റവും ഉറപ്പുള്ള കാര്യമാണ്. അത് ദൈവം ഭോഷ്കായി പറഞ്ഞതല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യർ വാക്ക് പറഞ്ഞാൽ മാറും, എന്നാൽ ദൈവം ഭോഷ്ക് പറയുകയില്ല, പറഞ്ഞ വാക്ക് മാറ്റുകയുമില്ല.